ലോകാവസാന നാളിനെ ഇനി അധിക ദൂരമില്ല. ഒടേ തമ്പുരാൻ തന്നതൊക്കെ കല്ലുമ്മ കല്ല് ശേഷിക്കാതെ തിരിച്ചിടും. പിന്നെ എന്തിനാ കിക്കിലേ നല്ലോണം ഇരിക്കുന്ന നാട്ടുകാരുമായിട്ട് വെറുതെ കശപിച്ച? ഇതിയാൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാ ആ നായർക്ക് ഇത്ര ഏളുതരം. അയാളെ ഇറക്കി വിടാതെ ഒറ്റ കുഞ്ഞിനോട് വാടക കൂട്ടി ചോദിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ മേടിക്കുന്ന വാടക തന്നെ കൂടുതലാ. ആഹാ, എന്നാലേ നീ ഓരോരുത്തർക്ക് ഓരോ വീട് പണിഞ്ഞുകൂടെ? അയ്യോ, ഇത് എന്റെ അഭിപ്രായമല്ല. വാടക മേടിക്കാൻ ചെല്ലുമ്പോ ഓരോരുത്തർ പറയുന്നതാ. വട്ടത്തിൽ കുക്കിലിയമ്മ വാടകക്കാരെ വട്ടത്തിലിട്ട് കറക്കുകയാണെന്നാ ജനസംസാരം. എന്നത്തിനാടാ കറങ്ങുന്നത്? ഇറങ്ങി പോവാൻ പറ. അത് പറ്റിയല്ല. സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ എത്ര നാളുകൊണ്ട് കൊച്ചമ്മ പറയുന്നു? ഈ കോഴിയുടെ പപ്പ് വരയ്ക്കുന്ന പോലെ വാടകക്കാരെ ഒഴിപ്പിച്ചു വിടാൻ പറ്റില്ല ഏലക്കുട്ടി. എന്താ ഒക്കാത്തത്? ആ കണ്ടത്ത് ജോസഫ് വക്കീലിനെ ഒന്ന് കണ്ടു പറഞ്ഞ തന്തയും മക്കളെ എടുത്ത് തൂക്കിയേറിയില്ലേ? അങ്ങേർക്ക് അറിയാൻ പാടില്ലാത്ത വകുപ്പ് വല്ലതും കൊണ്ടോടാ? ഇറക്കി വിടണമെങ്കിൽ ഒരേ ഒരു വകുപ്പുള്ളെന്നാ വക്കീല് പറയുന്നത്. എന്നതാ? അനാശാസ്യ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് അയൽക്കാർക്ക് ശല്യമാണെന്ന് തെളിയിക്കണം. അങ്ങനെ സത്യത്തിന് നിരക്കാത്ത കാര്യമൊന്നും ചെയ്തിട്ട് ആരെയും ഒഴിപ്പിക്കണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എന്നാ പ്രവർത്തനമാ? അനാശാസ്യ പ്രവർത്തനം. അയാളും അയാളുടെ ഭാര്യയും മക്കളും വഴി വിഴിച്ച് ജീവിക്കാനും തെളിയിക്കണം. ഇങ്ങനെ ഒരു വഴിയുണ്ടായിട്ടാണോ ഇതുവരെ വായും പൊളിച്ചിരുന്നത്? ഇത് ഞാൻ നോക്കിക്കോ. ആ മാധവൻ നായരും മക്കളും ഇവിടുന്ന് നാണം കെട്ടിറങ്ങി പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ദീപം അശ്വതി എന്തിയടി? അവിടെ കിടന്ന് കരയ. ഇപ്പൊ കരയാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായേ? അവൻ ഉടനെ എത്തില്ലേ? ഈ നാടക കമ്പനി എന്ന് പറയുന്ന കളിതമാശൊന്നുമല്ല, കുറെ കുടുംബങ്ങളുടെ ജീവിത പ്രശ്ന. അച്ഛൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചേട്ടൻ ഇത്ര എഴുതരം? ഒന്ന് ഇവിടെ വരെ വന്നിട്ട് പോകാൻ പറ്റാത്ത തിരക്കെന്താണാവോ? ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്ത അങ്ങനെയാ. ഉള്ള ജോലി കളഞ്ഞിട്ട് ഇതിന് നടക്കണോ? ചിലപ്പോ സിനിമയിൽ കയറാൻ ചാൻസ് ഉണ്ടാകുമെന്നാ അവൻ പറയണേ. സിനിമാക്കാരുടെയൊക്കെ വരുമാനം എന്താന്നാ വിചാരം? രേവതിയാ നാളെ ആകെ ഏത് വഴിക്കാ വരുന്ന ആർക്കറിയാം? ഓ പിന്നെ രേവതിക്കാരെ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ സിനിമാക്കാര്. ചെന്ന ഉടനെ പിടിച്ചങ്ങ് ഹീറോ ആക്കാൻ. അച്ഛനെ ചേട്ടൻ നല്ലോണം പറഞ്ഞ് മയക്കിയിട്ടുണ്ട്. പിന്നെ ഈ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്തിട്ടുള്ള നാടകങ്ങളി ഉണ്ടല്ലോ, അതത്ര പന്തിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടുവോന്നാ എന്റെ പേടി. അവനങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കത്തില്ല. വീട്ടിലെങ്ങാനും ഇതറിഞ്ഞ പന്തവും കൊളുത്തിക്കൊണ്ട് വരുവേട്ടൻ. അല്ലെങ്കിൽ തന്നെ അശ്വതി ഇങ്ങോട്ട് തന്നത് നല്ല മനസ്സുണ്ടായിട്ടൊന്നും അല്ല. തന്റെ വർത്താനം കേട്ട അവനെന്തോ കുത്തിക്കൊലയാണല്ലോ. എന്തോ എന്റെ മനസ്സിനൊരു സമാധാനമില്ല. അശ്വതി, എന്തിനാ കുഞ്ഞു കരയണേ? താൻ ചെന്ന് അതിനെ എടുത്തു. അവൻ വരാത്ത ദേഷ്യത്തിന് അവൾ അതിനെ പിച്ചുവോ ഉള്ളുവോ മറ്റോ ചെയ്ത് കാണും. കിടന്നുറങ്ങു വെച്ച വേഷം കേട്ടാ മിണ്ടായിരിക്കുന്നുണ്ടോ? എന്താടാ മുത്തേ? നീ എന്താ അശ്വതി കഥ പറഞ്ഞു കൊടുക്കാത്ത മോക്ക്? മോള് വാ, അച്ഛമ്മ കഥ പറഞ്ഞുതരാം. കരയുണ്ടാട്ടോ. നാടകക്കാരിയെ കെട്ടിയെന്നോ കൂടെ പാർപ്പിച്ചിരിക്കുകയാണെന്നോ പറയുന്ന കേട്ടു. ഞാനും കേട്ടു. അവൻ അവളുടെ വീട്ടിലാണ് അത്ര താമസം. ഇടയ്ക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് വരുന്നെന്ന് മാത്രമേ. ഇത് അനാശാസ്യത്തിൽ പെടുകയല്ലേ? പറഞ്ഞതുപോലെ നേരെയാണല്ലോ. അപ്പഴേ ഇത് അനാശാസ്യത്തിൽ പെടുവോ? ഞാൻ കുളിച്ചതോ? അല്ലെന്നേ, മാധവനാരുടെ മോനില്ലേ പ്രസാദ്, അവൻ ഏതോ നാടകക്കാരിയും കൊണ്ട് നടക്കുകയാണെന്ന്. ആ, ഇത് അനാശാസ്യത്തെപ്പെടും. ഞാൻ പറഞ്ഞില്ലയോ? അല്ല, ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത് അനാശാസ്യത്തെപ്പെടുമെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ലാവചനമല്ല, സത്യമാ. ഇനി അവൻ അങ്ങനെ ചെയ്താൽ തന്നെ മാധവൻ നായരെന്ത് പഴിച്ചു? ഇങ്ങനെയുള്ളവന്മാരോ അവന്മാരുടെ ബന്ധുക്കളോ ഈ കോളനി കിടന്ന് വിലസാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇതൊക്കെ വെറുതെ മുട്ടാപ്പോക്കിന് പറയുന്നല്ലാതെ വേറൊരു കാര്യമില്ല. വെറുതെ എല്ലാം കൂടി വിളമ്പ്. കാര്യമുണ്ടോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ സമയം കൊണ്ട് 2 മാങ്ങയും കൂടെ പൂളി തിന്നൂടെ എന്റെ കിക്കിലി? നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കാവോ? അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ എനിക്കിവിടെ ജോലി? ഒരു പോലി. വേറൊരു ന്യൂസ് ഉണ്ട്. അതെന്നതാടി? ആ ഗീതപ്പെണ്ണിന് നമ്മുടെ ചിന്നത്തമ്പിയുടെ മേത്തൊരു കണ്ണുണ്ട്. എനിക്കും അതിലൊരു സംശയമുണ്ട്. ഗോതമ്പ് പൊടിപ്പിക്കാൻ മില്ലിലെത്തിയാൽ അവളൊരു നോട്ടവും സിംഗാരവും അയ്യോ. പറ്റില്ല. എന്താ പറ്റില്ലെന്ന്? എന്തോ പറ്റില്ലെന്ന്? ഗോതമ്പ് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റില്ലെന്ന്. അതെന്താ ഗോതമ്പ് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റാത്തെ? കൊച്ചമ്മയുടെ ഓർഡറാ. ഓ, ഇയാടോ അല്ലേ കൊച്ചമ്മ? ഇയാൾക്ക് എന്തിന്റെ സൂക്കടാ? വിടോ. എന്ത് പൊടിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്തോ കുന്തം. ഇപ്പൊ കാണിച്ചു തരാം. എന്തായി കാണിക്കുന്നത്? എന്താ പൊടിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം അറിയണല്ലോ.
അതൊക്കെ അങ്ങ് കൊച്ചമ്മയടുത്ത് പോയി ചോദിക്കണം. ഞാൻ അവിടുത്തെ പണിക്കാരനാ. അയ്യടാ കഴുതെ പോലെ പണിയെടുത്താൽ മാത്രം പോരാ. കാരണം എന്താ ഇയാളും കൂടെ അറിയണ്ടേ? എനിക്കറിയേണ്ട കാര്യമില്ല. ആൾക്കാർ പൊടിപ്പിക്കാൻ ക്യൂ നിൽക്കുക. അങ്ങോട്ട് പോയേ. ഇത് വെറുതെ പുറക്കുണ്ടാക്കാൻ നിൽക്കരുത്. എനിക്ക് ദേഷ്യം വരും. അയ്യോ ഇയാൾക്ക് ദേഷ്യം വന്ന ഇവിടെ ഒലക്കയാ. എനിക്ക് പൊടിപ്പിക്കാൻ പാടില്ലെങ്കിൽ ആരും പൊടിപ്പിക്കണ്ട. എന്നെ ഉന്നം മാറ്റുന്നു. ഇതാ പോണ്ടി. ഞാൻ മാറിയില്ല ഇയാളെന്നെ മൂക്കി കെട്ടും. നമുക്ക് വേറെ എവിടെയും പൊടിപ്പിക്കാം. വിടേ ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാളെ കൊച്ചമ്മ വിളിച്ചോണ്ട് വരട്ടെ. എനിക്ക് ചോദിക്കണം. അങ്ങനെ മര്യാദയ്ക്ക് കൂട്ടുകാരെ വിളിച്ചോണ്ട് പോ. എടാ എടാ പാണ്ടി, ഇയാൾ ഇവിടെ പൊടിപ്പിച്ചില്ലെങ്കിലേ ഞങ്ങളുടെ പുട്ട് വേവാതൊന്നും ഇല്ല. എന്റെ കൊച്ചമ്മ എടുത്ത് പറഞ്ഞേക്ക്. അയ്യടാ ആ മോളുട്ടി കേറ്. എത്ര നേരമായിട്ട് മുത്തശ്ശൻ കാത്തു നിൽക്കുന്നറിയോ? എന്താ മോനെ? നാലെനിക്ക് 10 രൂപ വേണം. അയ്യോ 10 രൂപയോ? എന്തിനാ? മദറിന്റെ സിസ്റ്ററിന് കൊടുക്കാനാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നോ? അത് ഡാൻസ് ടീച്ചറിന് കൊടുക്കാനല്ലേ? ആണുങ്ങൾ ആരും ഇല്ലാത്തപ്പോ വീട്ടുമുറ്റത്ത് വന്നിങ്ങനെ അനാവശ്യം പറയുന്നത് ശരിയല്ല കൊച്ചമ്മേ. അയ്യണ ഞാൻ എന്നാ പറഞ്ഞെന്നാ? വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ ഗുണവധികാരം കൊണ്ടാ ആണുങ്ങൾ ആരും വീട്ടിൽ ഇരിക്കാത്തത്. സഹിക്കുന്നതിന് ഒരു അതിരുണ്ടോ കേട്ടോ. അത് തന്നെ ഞാനും പറയുന്നത്. അനാശാസ പ്രവർത്തനം നടത്തുന്നവരെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. എന്റെ പൊന്നു മോനച്ചൻ ചേട്ടാ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ശിക്ഷിക്കണേ? ആ വേണ്ട വേണ്ട, മോനച്ചൻ ചേട്ടനെ അങ്ങനെ പൊന്നൊന്നും ആക്കണ്ട. വെറുതെ ബഹളം ഉണ്ടാക്കാതെ. നിങ്ങളൊന്ന് കയറി പോന്നുണ്ടോ? നിങ്ങൾ ഒരുത്തനെ ഇവർക്ക് ഇങ്ങനെ എഴുതരം കൊടുക്കുന്നത്. എന്താ പ്രശ്നം? എന്തൊക്കെയാ ഇവര് പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും തലയും തല്ലി പൊളിച്ച് പോയാ മതിയായിരുന്നു. നിങ്ങളെ ഇതെന്തിനുള്ള പുറപ്പെടാ? എന്റെ തനി സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ല. അതിക്രമം ഒന്നും കാണിക്കണ്ട. മര്യാദക്കാണെങ്കിൽ ഭൂമിയുള്ള എന്തായാലും മാവുന്നാര് പിന്നെ ചവിട്ടിയാണ്ടല്ലോ. ഒന്ന് അടങ്ങു മാധവ. എന്താ ഇത്? ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നു. നാണമില്ലടോ എനിക്ക്. നാണിക്കാൻ വേണ്ടി എന്നാ ഇരിക്കുന്നു? അറിയാൻ എന്നാ തുണിയല്ല നിൽക്കുകയാണോ? നീ വീട്ടിൽ പോ. അയാളൊന്ന് ചൂടായപ്പോഴേക്ക് ഇതിയാനങ്ങ് പേടിച്ചു പോയോ? അനാശാസ പ്രവർത്തനം നടത്തുന്നവരെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞാൽ എന്നാ ചെയ്യും? വിഴുങ്ങുവോ? ഇവിടെ മാനം മര്യാദയായിട്ട് കഴിയുന്ന കുടുംബങ്ങളുള്ളതാ. നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എന്റെ മക്കൾ എന്ത് അനാശാസ പ്രവർത്തനം കാണിച്ചെന്ന് നീ പറയുന്നത്? ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റിയോ? അതോ വളരെ മല വീശി പിടിച്ചോ? അയ്യോ ഇയാടെ മക്കള് പാവങ്ങള്. പൂച്ച പാല് കുടിക്കുന്നത് ആരും അറിയത്തില്ലെന്നാ. നിങ്ങൾ എന്തറിഞ്ഞെന്നതല്ലേ? കണ്ണി കണ്ട നാടാക്കാരികളെയും പൊറപ്പിച്ചോണ്ട് നടക്കുന്നവന്മാർ ഈ അങ്ങാടിക്കകത്ത് കയറരുത്. അയൽവക്കത്തൊക്കെ കല്യാണപ്രായമായ പെമ്പിള്ളാരുള്ളതാ. ആ അങ്ങനെ എന്തെങ്കിലും അനാവശ്യം എന്റെ കുടുംബത്തെ ആരെങ്കിലും കാണിച്ചാ പൂമുറ്റത്ത് മാധവൻ നായർ നിങ്ങളുടെ വീട് പട്ടിയായിട്ട് വരും. എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തില്ല അല്ലേ? അത് ശരി. അപ്പൊ വീട്ടിൽ നിന്ന് ഇറക്കാൻ പുതിയൊരു കാരണം ചൊറിഞ്ഞോണ്ട് വന്നിരിക്കല്ലേ? എന്നാ കേട്ടോ, ഞാൻ എനിക്ക് തോന്നുമ്പോ മാറും. നിങ്ങളോട് കേസ് കൊടുക്ക്. എടോ പിടിച്ചോണ്ട് പോടോ, അല്ലെ വട്ടത്തിൽ കിക്കിലി ചിലപ്പോ ചതുരത്തിലായി പോകും. പറഞ്ഞേക്കാം. നീ ഒന്ന് പോകിക്കല്ലേ, മനുഷ്യൻ നാണം കെടുത്തല്ലേ? ഞാൻ അയാളെ നാണം കെടുത്തിയെന്നാ? നീ ഇങ്ങോട്ട് വന്നേ. അയാള് പറഞ്ഞത് കേട്ടില്ലേ? കേസ് ധൈര്യമായിരിക്ക്. ഞാൻ കേസ് കൊടുക്കും. ഇയാൾ എന്താ ചെയ്യും? ഇയാളെ ഞാൻ കോടതി കേറ്റിയില്ലെങ്കിൽ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടേ ഇവരുടെ തുള്ളൽ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ. എന്റെ ഒരാളുടെ കാര്യം മാത്രമാണെങ്കിൽ അവർ പറയുന്ന വാടകയും കൊടുത്ത് ഞാൻ ഇവിടെ തങ്ങും, അല്ലെങ്കിൽ അന്തസ്സായിട്ട് ഇറങ്ങി കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി കൂടിയിട്ടാ ഞാൻ കിടന്നീ പൊരുതുന്നത്.